67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം തിരുവനന്തപുരം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി ആതിഥേയരായ തിരുവനന്തപുരം ഓവറോൾ കിരീടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഇന്ന് ട്രാക്കിൽ രാവിലെ വലിയ മെഡൽ പോരാട്ടങ്ങൾ നടന്നിട്ടില്ല. അതിന് പകരം ത്രോ ഇനങ്ങൾ ഒരു വശത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റിന്റെ പോരാട്ടം ഒരു വശത്ത് അത് ആരംഭിച്ചിട്ടുണ്ട്. എനിക്കൊപ്പം നിതിൻ സേവ്യർ ചേരുകയാണ്. ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിന്റെ ഒരറ്റത്ത് ഞാനുണ്ട്, മറ്റേ വശത്ത് നിതിനുണ്ട്. നിതിൻ പോൾ വാൾട്ട് പിറ്റിലാണുള്ളത്. നിതിൻ, എന്തൊക്കെയാണ് തിരുവനന്തപുരത്തിന്റെ കുതിപ്പ്? എങ്ങനെ പാലക്കാട് എത്താനുള്ള സാധ്യത വിദൂരമാണ്? 2, 3, 4 സ്ഥാനങ്ങൾക്കായുള്ള പോരാട്ടം എന്ന് പറയാം. സ്കൂളുകളിൽ ആരാണ് മുന്നിൽ? സ്പോർട്സ് അക്കാദമിയിൽ ആരാണ് മുന്നിൽ? ഇന്നത്തെ പോരാട്ടങ്ങൾ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. പോൾ വാൾട്ട് പിറ്റിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് മഹേഷ്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് സീനിയർ പെൺകുട്ടികളുടെ പോൾ വാൾട്ട് മത്സരം നടക്കുന്നിടത്താണ്. മത്സരം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് കുറച്ചധികം നേരം നീണ്ടു നിൽക്കും. നിരവധി മത്സരാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി നിൽപ്പുണ്ട്. ഇന്ന് നിരവധി മത്സരങ്ങൾ, 800 മീറ്ററിൻ്റെ ഫൈനലുകളടക്കം 400 മീറ്റർ ഹഡിൽസിൻ്റെ ഫൈനൽ മത്സരങ്ങളടക്കം ഇന്ന് വൈകിട്ട് ഇവിടെ ട്രാക്കിലുണ്ടാവും. 400 മീറ്റർ ഹഡിൽസിൻ്റെ ക്വാളിഫയിങ് റൗണ്ട് ഹീറ്റ്സ് മത്സരങ്ങളാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോയിന്റ് പട്ടികയിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ മഹേഷ് പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അത് നിലനിർത്തി ഇന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് 1472 പോയിന്റാണ് നിലവിൽ തിരുവനന്തപുരത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ പകുതി പോലും രണ്ടാമതുള്ള തൃശ്ശൂരിനില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് തൃശ്ശൂർ നിലവിൽ 694 പോയിന്റ് മാത്രമാണുള്ളത്. പാലക്കാടിന് 615 പോയിന്റ്. അപ്പോൾ തുടക്കത്തിൽ അക്വാട്ടിക്സിലും ഗെയിംസിലും നിലനിർത്തിയ ആധിപത്യം, പിന്നീട് അക്വാട്ടിക്സ് ഇനിയും മത്സരങ്ങൾ അവശേഷിക്കാനുണ്ട്, ഗെയിംസ് മത്സരങ്ങൾ അവശേഷിക്കാനുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ഗെയിംസിലും അക്വാട്ടിക്സിലും കാണിച്ച മികവാണ് ഇത്തരത്തിൽ ഈ വലിയൊരു കുതിപ്പിന്, വലിയ ലീഡിലേക്ക് തിരുവനന്തപുരത്തിന് പോകാൻ കാരണമായത്. ഇതിന് വളരെ പെട്ടെന്ന് ഈ അത്ലറ്റിക്സിലെ പോയിന്റ് പട്ടിക കൂടി പറയുകയാണെങ്കിൽ പാലക്കാടാണ് മുൻപിലുള്ളത്. അത് വലിയ, നമുക്ക് പാലക്കാട് കിരീടം ഉറപ്പിച്ചെന്നോ അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു ലീഡല്ല. 134 പോയിന്റാണ് പാലക്കാടിനുള്ളത്. മലപ്പുറത്തിന് 112 പോയിന്റ് ഉണ്ട്. അത് ഇന്നൊരു പക്ഷേ മാറി പറയാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. നിലവിലെ ചാമ്പ്യന്മാരാണ് മലപ്പുറം, നിലവിൽ രണ്ടാമതാണ്. സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് വരികയാണെങ്കിൽ ജി വി രാജയാണ് ഒന്നാമത്, 23 പോയിന്റാണ് ജി വി രാജയ്ക്കുള്ളത്. രണ്ടാമതുള്ളത് സായി കൊല്ലമാണ്, 3 പോയിന്റ് മാത്രമാണുള്ളത്. സായി തിരുവനന്തപുരത്തിന് 1 പോയിന്റ് മാത്രമാണ് നേടാനായിട്ടുള്ളത്. സ്കൂളുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു വലിയ മത്സരം, നിലവിലെ ചാമ്പ്യന്മാരെയൊക്കെ മറികടന്ന് വലിയ മത്സരങ്ങൾ അവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 40 പോയിന്റുള്ള പുല്ലുരമ്പാറയാണ് ഒന്നാമത്. മുണ്ടൂർ 34 പോയിന്റുമായി രണ്ടാമതെത്തിയിരിക്കുന്നു. 33 പോയിന്റുള്ള നവമുകുന്ദ 3-ാം സ്ഥാനത്തുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ ഐഡിയൽ കടകശ്ശേരി 32 പോയിന്റുമായി 4-ാം സ്ഥാനത്താണുള്ളത്. അങ്ങനെ സ്കൂളുകളിൽ ഒരു വലിയ മത്സരം, സ്കൂളുകളുടെ കിരീടത്തിന് വേണ്ടി ഒരു വലിയ മത്സരം നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹേഷ്. ഓക്കെ നിതിൻ, ഇന്നിപ്പോൾ മറ്റിനങ്ങൾ, ത്രോ ഇനങ്ങൾ, ഇന്നലെ മാറ്റിവെച്ച ജാവലിൻ ത്രോ മത്സരങ്ങളുണ്ട്. ഒപ്പം ഇന്ന് ഫുട്ബോളിൽ മലപ്പുറവും കോഴിക്കോടും തമ്മിലുള്ള ഫൈനലുണ്ട്. കളരിപ്പയറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളരിപ്പയറ്റ് മത്സരങ്ങൾ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി കളരിപ്പയറ്റ് കൂടി വരികയാണ്. ആ മത്സരങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ മാറി ഇന്ന് കുറെ കൂടി തെളിഞ്ഞ ആകാശമാണ്, വലിയ ചൂടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ട്രാക്ക് ഇനങ്ങൾ അടക്കം അല്ലെങ്കിൽ ത്രോ ഇനങ്ങളടക്കം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മാറ്റിവെച്ച ജാവലിൻ ത്രോ മത്സരങ്ങൾ ഇന്ന് രാവിലെ പുനരാരംഭിക്കും. അത് മറ്റൊരു സ്റ്റേഡിയത്തിലേക്ക്, മറ്റൊരു ഗ്രൗണ്ടിലേക്ക് ആ മത്സരങ്ങൾ മാറ്റിയിട്ടുണ്ട്. ത്രോ ഇനങ്ങളിൽ രാവിലെ നടക്കുന്നത് ഹാമർ ത്രോയാണ്. ജൂനിയർ പെൺകുട്ടികളുടെ ഹാമർ ത്രോ മത്സരമാണ് രാവിലെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുക. പിന്നീട് ഉച്ചകഴിഞ്ഞ് ഷോട്ട് പുട്ട്, സീനിയർ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ട്, സബ് ജൂനിയർ ആൺകുട്ടികളുടെ ഡിസ്കസ് ത്രോ, സീനിയർ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ട് എന്നീ മത്സരങ്ങൾ കൂടി ത്രോ ഇനങ്ങളിൽ ഇന്ന് ഫൈനലായി നടക്കാനുണ്ട്. ഫുട്ബോൾ മത്സരങ്ങളുടെ ഫൈനൽ രാവിലെ 10 മണിക്കാണ് ആരംഭിക്കുക. മന്ത്രി വി ശിവൻകുട്ടി ആ മത്സരം ഉദ്ഘാടനം ചെയ്യും, ഫൈനൽ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് മലപ്പുറവും തമ്മിൽ വാശിയേറിയ ഒരു മത്സരം. പ്രത്യേകിച്ച് മലബാറിൻ്റെ 2 ഫുട്ബോളിൻ്റെ ശക്തി കേന്ദ്രമാണ് മലബാർ. അവിടെ നിന്നുള്ള 2 ശക്തരായ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അത് വളരെ ശക്തമായൊരു മത്സരം തന്നെയായിരിക്കും ഫുട്ബോളിൽ നടക്കുക. ഇവിടെ അത്ലറ്റിക്സിലേക്ക് വരുമ്പോൾ 800 മീറ്ററിന്റെ ഫൈനൽ മത്സരങ്ങൾ ഇന്നുണ്ട്. പ്രത്യേകിച്ച് ദീർഘദൂരം മധ്യദൂര ഓട്ടങ്ങളിൽ. അപ്പോൾ ഇന്ന് ഫുട്ബോൾ മത്സരം നമ്മൾ ആവേശപൂർവ്വം കാത്തിരിക്കുന്നത് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലാണ്. മലപ്പുറം വേഴ്സസ് കോഴിക്കോട് സുബ്രതോ കപ്പിലെ തിളങ്ങിയ 8 താരങ്ങൾ അണിനിരക്കുന്ന കോഴിക്കോട്, ഫുട്ബോളിന്റെ മെക്കയായ മലപ്പുറത്ത് നിന്നുള്ള ചുണക്കുട്ടികൾ ഇന്ന് രാവിലെ 10 മണിക്ക് ഏറ്റുമുട്ടും. ഒരു ടൈറ്റ് ഫൈറ്റ്, ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ഫിലിമിന്റെ ഒരു ആവേശം പോലെ ഇന്നത്തെ ഞായറാഴ്ച